എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃത പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു കവിത പഠിക്കാം. ഇതിൻ്റെ എല്ലാ വാക്കിൻ്റെയും അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അംബാ സതതം ലാളയതി, അംബാ സതതം പാലയതി, അംബാ സതതം വേദയതി, അംബാ സതതം തോഷയതി. ഈ ഒരു അർത്ഥം കണ്ടിട്ട് തന്നെ നമുക്ക് എളുപ്പം ഇതിൻ്റെ ഈ ഒരു കവിതയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അമ്മ എപ്പോഴും ലാളിക്കുന്നു, സംരക്ഷിക്കുന്നു, നമുക്ക് എപ്പോഴും അറിവ് തരുന്നു, അമ്മ എപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കുന്നു. അംബാ നിത്യം സ്നാപയതി, അംബാ നിത്യം ഭോജയതി, അംബാ ഗീതം ശ്രാവയതി, അംബാ മാമക സർവസ്വം. അമ്മ എപ്പോഴും കുളിപ്പിക്കുന്നു, എപ്പോഴും എന്നെ ഊട്ടുന്നു, ഗീതം പാട്ട് കേൾപ്പിക്കുന്നു അഥവാ പാടിത്തരുന്നു. അമ്മ എൻ്റെ സർവസ്വവുമാണ്, എൻ്റെ എല്ലാം ആണ്. ഏതൊരു കവിതയും നമ്മളത് ചൊല്ലി പഠിക്കുമ്പോൾ, ഈണത്തിൽ ചൊല്ലി പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. അതുകൊണ്ട് ഇത് ഒരു വളരെ എളുപ്പമുള്ള ഒരു ഈണത്തിൽ ഞാൻ ചൊല്ലാം. അംബാ സതതം ലാളയതി, അംബാ സതതം പാലയതി, അംബാ സതതം വേദയതി, അംബാ സതതം തോഷയതി, അംബാ നിത്യം സ്നാപയതി, അംബാ നിത്യം ഭോജയതി, അംബാ ഗീതം ശ്രാവയതി, അംബാ മാമക സർവസ്വം, അംബാ മാമക സർവസ്വം. ഇങ്ങനെ ചൊല്ലി പഠിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. ഒപ്പം തന്നെ ഈ ഒരു അർത്ഥവും കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്ലോകം, കവിത പെട്ടെന്ന് മനസ്സിലാകും. അടുത്തത്, ഇനി നമ്മൾ കുറച്ച് ക്രിയാപദങ്ങൾ, വേർബ്സ് പഠിക്കുകയാണ്. സഹ, ഹി, അവൻ. സാ, ഷി, അവൾ. ഇവിടെ ഓരോ ക്രിയാപദങ്ങളുമായിട്ട് ഈ സഹ, സ ചേർത്ത് എങ്ങനെ പറയുന്നു? സഹ ലിഖതി, അവൻ എഴുതുന്നു. സാ ലിഖതി, അവൾ എഴുതുന്നു. ഇവിടെ പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും ക്രിയാപദത്തിന് മാറ്റം വരുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. സഹ പഠതി, അവൻ പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു. സാ പഠതി, അവൾ വായിക്കുന്നു. സഹ ക്രീഡതി, അവൻ കളിക്കുന്നു. സാ ക്രീഡതി, അവൾ കളിക്കുന്നു. സഹ ധാവതി, ഹി ഈസ് റണ്ണിങ്. സാ ധാവതി, ഷീ ഈസ് റണ്ണിങ്. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അർത്ഥം പറയുന്നില്ല, വായിക്കാം. ബാലകഃ തരതി, ബാലകഃ സ്നാതി, ബാലികാ പിബതി. ഇവിടെ ബാലിക എന്നതിൻ്റെ സ്ഥാനത്ത് തരതിയും ചേർക്കാം. ബാലികാ തരതി, ബാലികാ സ്നാതി. നേരെ തിരിച്ചും ബാലകഃ പിബതി. ഇങ്ങനെ നമുക്ക് പരസ്പരം മാറ്റി ഇത് പ്രയോഗിക്കാം. ഇനി ഇങ്ങനെയൊരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? അതാണ് കിം കരോതി, എന്ത് ചെയ്യുന്നു. സഹ കിം കരോതി, അവൻ എന്ത് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏത് ഉത്തരവും പറയാം. സഹ ലിഖതി, അവൻ എഴുതുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം, സാ കിം കരോതി, അവൾ എന്ത് ചെയ്യുന്നു. സാ പഠതി. സഹ കിം കരോതി,
സഹ ക്രീഡതി. സാ കിം കരോതി? സാ ധാവതി. ഇവിടെയും ഇതേപോലെ ബാലകഃ കിം കരോതി? ബാലകഃ തരതി. ബാലകഃ സ്നാതി. ബാലിക കിം കരോതി? ബാലിക പിബതി. നേരത്തെ പറഞ്ഞതുപോലെ ബാലിക തരതി, ബാലിക സ്നാതി, ഇങ്ങനെയും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാം എന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഹം ത്വം, ഈ രണ്ട് കാര്യങ്ങളുടെ, ഈ ഒരു രണ്ട് വാക്കിന്റെ കൂടെ വരുന്ന ക്രിയാപദത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതല്ലാത്ത ഏത് പദവും, നാമപദം, ഇപ്പൊ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭവാൻ കഹ, ഭവതി ക എന്ന് ചോദിച്ചപ്പോൾ ഛാത്രഹ, ഛാത്ര, അധ്യാപകഃ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ക്രിയാപദം, അതിന് ചേരുന്ന, ഇപ്പം ഛാത്രഹ പഠതി, ഛാത്രഹ കിം കരോതി, ഛാത്രഹ പഠതി, ഛാത്ര കിം കരോതി, ഛാത്ര പഠതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഈ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് വാക്കാണോ വേണ്ടത് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സംസ്കൃതം ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ധന്യവാദഃ. ശ്ലോക 3. സത്വം യത്തത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം തത് സ്വച്ഛത്വാദ്യദാച്ഛാദിത പരസുഖ ചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. പദച്ഛേദഃ. സത്വം യത് തത് യത്തത് പരാഭ്യാം അപരികലനതഃ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈഃ തേ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുഃ ഇതി വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം തത് സ്വച്ഛത്വാത് യത് ആച്ഛാദിത പരസുഖ ചിത് ഗർഭനിർഭാസരൂപം. തത് സ്വച്ഛത്വാത് യദാച്ഛാദിത പരസുഖ ചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാഃ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അന്വയ വിത്ത് മീനിങ്. The human body is the mixture of sattva, raja and tamoguna. But when the supreme consciousness incarnates, its organs are of pure sattva-guna. So we can easily attain that bliss in Thy presence. This is said in this shloka. Tat parabhyam, apart from sattva-guna, that is rajoguna and tamoguna, aparikalanataha, which has no contact with
de sattva-guna. So it's nirmalam, absolutely pure. Yat sattvam, de sattva-guna, tena tavat, from it bhutaihi was born. Is made up of, when the Paramatma incarnates, thy body, thy form is made up of pure sattva-guna. And bhutendriyahi is constituted of the subtle elements and organs of sense and action, te vapu, thy form, iti vyasa vakyam. Thus the words of sage Vyasa, bahushaha shruyate, repeatedly heard. Tat swachhatvad, that form, because of his purity, yet achadita, which unobstructed. So, parasukhachit, the supreme bliss and consciousness, garbha, within it, in that form, we can feel it, that is nirbhasa rupam, is supremely resplendent Brahman. How we can attain it? Shruti mati madhure, which is delightful to the ears and the mind. Sugrahe, easily attain in that, tasmin, te vigrahe, in your image, thy image. Who can experience it? Dhanyaha, the fortunate people. Te ramante, they enjoy it. That sattva-guna, which compared to the other two gunas is absolutely pure and not tainted by them. From such pure sattva-guna, thy form was born and constituted of subtle elements and organs of senses and actions. It is thus stated by sage Vyasa again and again in many scriptures. Thy form, because of such purity, totally reveals the supreme bliss and consciousness within, without any obstruction. In that form, the fortunate ones, means who have good deeds to their credit, they enjoy that form. And that form is delightful to the mind and ears, which the devotees can easily grasp in thy image. Sattvam yattat parabhyam aparikalanato nirmalam tena tavat bhuteir bhutendriyaiste vapuriti bahusha shruyate vyasavakyam. Tat swachhatvad yadachadita parasukha chitgarbha nirbhasarupam tasmin dhanyaramante shruti mati madhure sugrahe vigrahe te.